ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. കേരളം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. വാർഡ് മെമ്പറും കൗൺസിലറും ഒക്കെയാകാൻ പലയിടത്തും കടിപിടിയാണ്. സീറ്റ് കിട്ടിയവർ ഭാഗ്യശാലികൾ, കിട്ടാത്തവർ വിമതർ. ഏതായാലും സർവത്ര ജഗപുകയാണ്. ഇതൊക്കെ കടന്ന് മെമ്പറോ കൗൺസിലറോ ഒക്കെ ആകുന്നവർക്ക് എത്ര രൂപയാകും ശമ്പളമായി ലഭിക്കുക? ഇതറിയാൻ പ്രേക്ഷകർക്ക് കൗതുകമുണ്ടെന്നറിയാം. അപ്പോൾ മെമ്പറുടെ ശമ്പളം എത്രയെന്ന് നമുക്ക് നോക്കാം. പഞ്ചായത്ത് അംഗമോ കൗൺസിലറോ ആയാൽ സുഖജീവിതമെന്ന് കരുതാൻ വരട്ടെ. നാടിന്റെ നാനാ വിഷയങ്ങളിൽ ഇടപെട്ട് രാവും പകലുമില്ലാതെ ഓടി നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് എന്ത് കിട്ടും? ചെയ്യുന്ന സേവനത്തിന്റെ കണക്ക് നോക്കിയാൽ തുച്ഛമെന്ന് തോന്നുന്ന തുകയാണ് ഇവർക്ക് കിട്ടുക. ശമ്പളമല്ല, ഓണറേറിയം എന്നാണ് പേര്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ ഓണറേറിയം പ്രതിമാസം 8000 രൂപയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 9200 രൂപ, വൈസ് പ്രസിഡന്റിന് 11600, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായാൽ 14200 രൂപ കിട്ടും. നഗരസഭാംഗമായാൽ 8600 രൂപയാണ് കിട്ടുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 9800 രൂപയും വൈസ് ചെയർമാന് 13000 രൂപയും ചെയർമാന് 15600 രൂപയുമാണ് ഓണറേറിയം. കോർപ്പറേഷൻ കൗൺസിലർക്ക് 8200 രൂപയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 9400 രൂപയും ഡെപ്യൂട്ടി മേയർക്ക് 13200 രൂപയും മേയർക്ക് 15800 രൂപയും കിട്ടും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ ഓണറേറിയം 8600 രൂപയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 9800 രൂപയും വൈസ് പ്രസിഡന്റിന് 13000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് 15600 രൂപയുമാണ് ഓണറേറിയം. ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് ഓണറേറിയം 9800 രൂപയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 10400 രൂപയും വൈസ് പ്രസിഡന്റിന് 14200 രൂപയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് 16800 രൂപയുമാണ് ഓണറേറിയം. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർക്കും മുനിസിപ്പാലിറ്റികളിലെ ചെയർമാനും വൈസ് ചെയർമാനും കോർപ്പറേഷനുകളിലെ മേയർ, ഡെപ്യൂട്ടി ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർക്കും ഒരു യോഗത്തിന് 250 രൂപ ഹാജർ ബത്ത ലഭിക്കും. ഒരു മാസം പരമാവധി 1250 രൂപയാണ് ഹാജർ ബത്തയായി എഴുതിയെടുക്കാനാവുക. ഗ്രാമപഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള സമിതികളിലെ അംഗങ്ങൾക്ക് 200 രൂപയാണ് ഒരു യോഗത്തിന് ഹാജർ ബത്ത. ഇവർക്ക് പ്രതിമാസം പരമാവധി 1000 രൂപ എഴുതിയെടുക്കാം. തദ്ദേശ സ്ഥാപനത്തിലെ അംഗങ്ങൾക്കുള്ള ഓണറേറിയത്തിൽ ജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. അത് വർദ്ധിപ്പിച്ചു കൊടുക്കണോ? കാരണം എന്താ വെച്ചാൽ ഓൽക്ക് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവുമല്ലോ, അധ്വാനം ഉണ്ടാവുമല്ലോ. ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ചെയ്യണല്ലേ. അപ്പം അതിൻ്റെതായ ഇത് അവർക്കുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ സാലറി അവർക്ക് കൊടുക്കണം. എല്ലാവർക്കും വേതനം എന്തായാലും കൂട്ടി കൊടുക്കണം. അത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ടാണല്ലോ ഇവരെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാരും അതേ സെയിം ഇത് വേണം. രാജാവിന് രാജ്യചിന്ത, കോഴിക്ക് പറമ്പ് ചിന്ത. അല്ല, ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നയിക്കാനുള്ള വ്യക്തികളുണ്ടെങ്കിലേ രാജ്യത്തിനും രാജ്യത്തെ പുതുതലമുറക്കും എന്തെങ്കിലും ഗുണങ്ങളുള്ളൂ. 2016 തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ഓണറേറിയം അവസാനമായി പരിഷ്കരിച്ചത്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. മെമ്പർമാരുടെ ശമ്പള വിശേഷത്തോട് പല പ്രേക്ഷകരും പ്രതികരിക്കുന്നുണ്ട്. ഗോപൻ ഗണേഷ് പറയുന്നു കിമ്പളമായി എത്ര കിട്ടും എന്നുകൂടി പറയുക എന്ന്. മിനിബാബു പറയുന്നു ഈ കിട്ടുന്ന ഓണറേറിയത്തിൽ നിന്ന് പാർട്ടിക്ക് ലെവി അടയ്ക്കണമെന്ന്. എബ്രഹാം തോമസ് പറയുന്നു ശമ്പളം കുറവായതുകൊണ്ട് ആയിരിക്കാം പലരും പഞ്ചായത്ത് ഓഫീസിൽ ജോലി ചെയ്യാതെ ചുമ്മാതിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും കുറഞ്ഞ വേതനം അല്ലെങ്കിൽ കുറഞ്ഞ ഓണറേറിയം എന്നത് അതൊരു മനുഷ്യത്വരഹിതമായ കാര്യമാണ്. ഇത്തരത്തിൽ കുറഞ്ഞ വേതനം ലഭിക്കുമ്പോഴാണ് ഈ ജനപ്രതിനിധികളൊക്കെ അഴിമതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് അഴിമതിയിലേക്ക് പോകാതിരിക്കാൻ അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാണ് പൊതുജനം കഴുതയല്ല സാറിന് പറയാനുള്ളത്. അത് ഏതായാലും ഈ കിമ്പളമടക്കം അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് സമൂഹം മാറരുത് എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട്. പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് ഒരു വാഗ്ദാന ലംഘന വിശേഷത്തിലേക്കാണ്. 2018 മഹാപ്രളയത്തിൽ തകർന്ന ഇടുക്കി കട്ടപ്പനയിലെ ഒരു റോഡിന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് കാലങ്ങളുടെ വാഗ്ദാന ലംഘനത്തിൻ്റെ കഥ പറയാനുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയെത്തി.
പഴയ വാഗ്ദാനങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിച്ച് വോട്ട് തേടി എത്തുന്നവരോട് നാട്ടുകാർക്ക് ചിലത് ചോദിക്കാനും പറയാനുമുണ്ട്. ഇടുക്കി ജില്ലയിലെ വികസിത പട്ടണങ്ങളിലൊന്നാണ് കട്ടപ്പന. മുനിസിപ്പാലിറ്റിയൊക്കെയാണ്. അവിടെയാണ് ഈ നഗരമധ്യത്തിൽ കഴിഞ്ഞ 7 വർഷമായി അടിസ്ഥാന സൗകര്യമായ റോഡില്ലാതെ കുറച്ച് കുടുംബങ്ങൾക്ക് കഴിയേണ്ടി വരുന്നത്. ഇടുക്കി കട്ടപ്പന കല്ലുകുന്നിലെ 40-ലധികം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഏക റോഡാണ് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത വിധം 2018 പ്രളയത്തിൽ തകർന്നത്. റോഡിനോട് ചേർന്നുള്ള വീടുകൾ അപകടാവസ്ഥയിലായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 45 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും റോഡ് പണിതില്ല. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ കാണാൻ വേണ്ടി രാവിലെ വീട്ടിലെ ആൾക്കാർ നീ അവരുടെ കൂടെ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ എൻ്റെ നാടിന് വേണ്ടിയിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിന്നുള്ളൂ, അനാവശ്യമായിട്ട് നിന്നില്ല. ഒന്ന് ചിന്തിച്ചോണം. നമുക്ക് അർഹതപ്പെട്ട കാര്യം മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇനിയിപ്പം മിക്കവാറും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഫോണും വരും, അല്ലെങ്കിൽ എവിടെയും കിട്ടുവാണെങ്കിൽ ഇടിക്കാനുള്ള പരിപാടി നോക്കത്തുള്ളതായിരിക്കും മിക്കവാറും. അത് യാതൊരു മാറ്റമില്ല. ഇപ്പം ആവശ്യമുള്ള കാര്യം പറയുന്നതിന് എപ്പോഴും മോശക്കാരനായി മാറും. അതാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. നമ്മുടെ കയ്യിലെ മഷി പുരട്ടിയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മളെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മളെ കാണുമ്പോൾ വോട്ട് ചെയ്യുന്ന വരെയുള്ള കേസേ ഉള്ളൂ. ആ ഇലക്ഷൻ ബൂത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ഭാഗം മാറി. നീ ഇന്ന പാർട്ടിക്കാരനല്ലേ, അല്ല നീ ഇന്ന കാരനല്ലേ, നീ അവൻ്റെ കൂട്ടത്തിലല്ലേ പോയി, നിന്റെ കൂട്ടത്തില്ലേ, എന്തിനാണ് ഈ ചെയ്തു തരുമോ? ജനങ്ങളുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടി വേണം പ്രവർത്തിക്കാനായിട്ട്. സാധനങ്ങൾ എത്തിക്കാൻ വഴിയില്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതിയിലുള്ള വീട് നിർമ്മാണം പോലും മുടങ്ങി. ഞങ്ങൾക്ക് 4 ലക്ഷം രൂപ അനുവദിച്ച് വീട് വെക്കാനായിട്ട്, വീടെല്ലാം പോയതായിരുന്നു. ആ പൈസ അനുവദിച്ചിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ വീട് വെക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. എന്നാ ചോദിച്ചാൽ നമുക്ക് ആ സാധനം കൊണ്ടുപോയി ഈ റോഡില്ലാത്തതുകൊണ്ട് അവിടെ ആ വീട് പണിയാൻ പറ്റുകയില്ല. നമ്മൾ താഴേന്ന് ചുമന്ന് കിട്ടാൻ 4 ലക്ഷം രൂപ അതിന് പോകാനേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ വീട് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ താഴോട്ട് വാടകയ്ക്ക് മാറി. 7 വർഷമായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് താമസം. ഞാനൊരു ക്യാൻസർ പേഷ്യൻറ്റും കൂടെ വാടകയ്ക്ക് കിടക്കുന്ന കാരണം കൊണ്ട് നമ്മൾ മരുന്ന് മേടിക്കുകയോ വാടക കൊടുക്കുമോ, അങ്ങനെ ഒരു ഗതി കിടക്കുന്ന ആൾക്കാരാണ്. പരാതികളും നിവേദനങ്ങളും നൽകി നാട്ടുകാർ മടുത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു. എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നില്ല. മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു. അതിന് ഉടനെ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു. നടപടി ഉണ്ടാകാമെന്ന് പറഞ്ഞതല്ലാതെ നടപടി ഉണ്ടായില്ല. MLA ആയിട്ട് കയറിയ റോഷി അഗസ്റ്റിൻ, അദ്ദേഹം ഏതാണ്ട് 5ാം തവണയാണ് ഇവിടെ. ഞങ്ങളുടെ എല്ലാ വോട്ട് മേടിച്ച് തന്നെയാണ് അദ്ദേഹം MLA ആയത്. ഇവിടെ വന്നേച്ച് പറഞ്ഞതാണ് നമുക്ക് ഈ റോഡ് കൃത്യമായിട്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഈ റോഡായിരിക്കും മുൻഗണനയായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ജയിച്ച് MLA ആയി മന്ത്രിയായിട്ട് പോലും ഒരു മന്ത്രിക്കൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ വഴി കൃത്യമായിട്ട് വന്നിരുന്നതിനൊന്നും ഞങ്ങൾക്കെല്ലാം 100% ഉറപ്പാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പോലും അവർ പറഞ്ഞ് തിരിപ്പിക്കുകയാണ്, നിങ്ങളിത് പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത്, ഓളം വെക്കരുത്, ഓളം വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഇതാരും വീട്ടിൽ നിന്ന് അനുവദിക്കുന്ന കാശല്ലല്ലോ. മന്ത്രി പറഞ്ഞിട്ട് നടക്കാത്ത മുനിസിപ്പാലിറ്റി നടത്താത്തതുകൊണ്ടാണ് മന്ത്രിക്ക് മേളിലാണ് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. ഇതൊക്കെ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതല്ലേ. അതുകൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ ഇനി ഈ സമരമായിട്ട് ഏതറ്റം വരെ പോകാൻ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നുള്ളൂ. ഇനി ഇതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. പലതവണ ഇടിഞ്ഞതിനാൽ വഴി നന്നാക്കാൻ 1,27 ലക്ഷം രൂപ വേണമെന്നാണ് പുതിയ എസ്റ്റിമേറ്റ്. ഇത് അനുവദിക്കുന്നതിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈമലർത്തിയതോടെ 7 വർഷമായി തീരാ ദുരിതത്തിലാണ് ഈ കുടുംബങ്ങൾ. കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ റോഡിന്റെ പേരിൽ കേട്ട നാട്ടുകാരാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇടുക്കിയിൽ നിന്ന് ജയിച്ച് മന്ത്രിയാകുന്നതിന് മുമ്പ് റോഷി അഗസ്റ്റിൻ ഇവിടെ നേരിട്ടെത്തി പറഞ്ഞിരുന്നു, ജയിച്ചാലും തോറ്റാലും ഈ റോഡ് നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകുമെന്ന്. അത് വാഗ്ദാനമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. മറ്റൊരു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം അടുക്കുകയാണ്. ഇനിയും ആ വാഗ്ദാനങ്ങൾ ഒന്നുകൂടി കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുകയാണ്. ഈ വഴി പറന്നു പോകാൻ ചിറക് നൽകുമോ എന്ന വാഗ്ദാനമാണോ ഉണ്ടാവുക എന്നതാണ് ഇവർ കാത്തിരിക്കുന്നത്. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന അവസ്ഥയിലാണ് കട്ടപ്പന നിവാസികളുടെ സ്ഥിതി. അവരുടെ ഈ പ്രശ്നത്തിന് അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും പരിഹാരം കാണും. അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും ഈ വാഗ്ദാന ലംഘനം കൊണ്ടുപോകില്ല എന്നും നമുക്ക് പ്രത്യാശിക്കാം. സുരേഷ് ബാബു പറയുന്നു, മെമ്പർക്ക് വേതനം കുറവാണെങ്കിലും ഓരോ കോൺട്രാക്ട് വർക്കിനും 15 മുതൽ 20% വരെ കമ്മീഷൻ കിട്ടുമെന്നറിയുന്നു. വെറുതെയാണോ ഈ സ്ഥാനാർത്ഥിയാകാൻ തിക്കും തിരക്കും എന്ന ചോദ്യം കൂടി സുരേഷ് ബാബുവിനുണ്ട്. ഇത്തരം അഴിമതികൾക്കും കൈക്കൂലിക്കും ഒക്കെ എതിരെ സമൂഹം
വലിയ ജാഗ്രതയോടുകൂടി ഉണർന്നിരിക്കേണ്ടതുണ്ട്. നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് ഇത്തരം ഈ കമ്മീഷൻ അടിക്കുന്ന നേതാക്കളെ, അവർ പ്രാദേശിക നേതാക്കളായാലും വലിയ നേതാക്കളായാലും അവരെ കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം കൂടി ഈ ഉണർന്നിരിക്കുന്ന സമൂഹത്തിന് ഉണ്ട്. വീണ്ടും വോട്ടുകാല വിശേഷത്തിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് തിരുവനന്തപുരത്ത് നടത്താനൊരുങ്ങിയ ഒരു ഉദ്ഘാടന മാമാങ്കം നാട്ടുകാർ ചേർന്ന് തടഞ്ഞു. നിർമ്മാണം പൂർത്തിയാകാത്ത ഒരു അങ്കണവാടി തട്ടിക്കൂട്ടി ഉദ്ഘാടനം ചെയ്യാനുള്ള പാങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കമാണ് നാട്ടുകാർ പൊളിച്ചത്. ജനലില്ല, വാതിലില്ല, തറയിൽ ടൈലില്ല, എന്തിന് കരണ്ട് പോലുമില്ല. എങ്കിലും നാട്ടുകാരുടെ കണ്ണിൽ പൊടി വാരിയിടാൻ ഒരു ഉദ്ഘാടന നാടകം. തിരുവനന്തപുരം പാങ്ങോട് നടക്കാനിരുന്ന ഒരു ഉദ്ഘാടന മാമാങ്കമാണ് നാട്ടുകാർ ചേർന്ന് പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. ഒരു പണിയും തീരാത്ത ഒരു കെട്ടിടം തട്ടിക്കൂട്ടി ഉദ്ഘാടനം ചെയ്യാനായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന പാങ്ങോട് പഞ്ചായത്തിലെ പ്രസിഡന്റ് എം ഷാഫിയും പരിവാരങ്ങളും എത്തിയത്. നിർമ്മാണം പൂർത്തിയാകാത്ത അങ്കണവാടിക്ക് മുന്നിൽ ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചു. ഉദ്ഘാടന ബോർഡ് കണ്ട് നാട്ടുകാർ മൂക്കത്ത് കൈവച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു നീക്കം. നാട്ടുകാർക്കൊപ്പം CPIM BJP പ്രവർത്തകരും കൂട്ടത്തോടെ എത്തിയതോടെ പ്രതിഷേധം ശക്തമായി. പിന്നാലെ പോലീസും എത്തി. നിർമ്മാണം പൂർത്തിയാകാത്ത അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറഞ്ഞു. രംഗം വഷളായെന്ന് മനസ്സിലായതോടെ ഉദ്ഘാടനം ഉപേക്ഷിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടർക്കും മടങ്ങേണ്ടി വന്നു. പട്ടികജാതിക്കാർ മാത്രം താമസിക്കുന്ന പാങ്ങോട് പഞ്ചായത്തിലെ അംബേദ്കർ നഗറിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണം. ഒരു വർഷം മുൻപാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിൽ നിർമ്മാണം ഇഴയുകയായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. യാതൊരു പണിയും ചെയ്തിട്ടില്ല. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, കഥ വിട്ടിട്ടില്ല, മറ്റുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല, വയറിങ് ചെയ്തിട്ടില്ല. ഇവർ ഇലക്ഷൻ്റെ ഇതും കണ്ടുകൊണ്ട് ആണ് ഇത്രയും വെപ്രാളപ്പെട്ട് ഇത് ഉദ്ഘാടനത്തിന് ശ്രമിക്കുകയും അത് നാട്ടുകാരെന്നുള്ള നിലയിലും സംഘടനയുടെ പേരിലും ഒക്കെയാണ് അത് ചെയ്ത് പൂർത്തീകരിച്ചിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത്. അതായത് പഞ്ചായത്ത് പണിഞ്ഞ കെട്ടിടമാണ്. പക്ഷേ വർഷങ്ങളായത് കെട്ടിടം ചെയ്യാതെ ഇട്ടിരുന്നിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പണി നടത്തിയിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടങ്കൽ തുകയാണെന്ന് പറഞ്ഞ് നമുക്കറിഞ്ഞുകൂടാ, വ്യക്തമായി അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും അത് ചെയ്യാതെ ഇട്ടിരുന്നിട്ട് ഇത് ഒരു പൂർത്തിയാക്കാത്ത ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ വന്നു. ജനങ്ങളായ എല്ലാം തടഞ്ഞു. അവശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തിന് ശേഷം പൂർത്തിയാക്കാനായിരുന്നു പഞ്ചായത്തിന്റെ ആലോചന. നാട്ടുകാരുമായി എത്തി BJP CPIM പ്രവർത്തകർ ഗുണ്ടായിസമാണ് കാണിച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം ഷാഫി. ഒരാഴ്ച കൂടി കോൺട്രാക്ടർക്ക് തറയിടുന്നതിനും ബാക്കി ജോലികൾക്കും ആവശ്യമുണ്ട്. എങ്കിലും നമുക്ക് അതിൻ്റെ ഉദ്ഘാടനം നടത്താം എന്ന് തീരുമാനിച്ചപ്പോഴാണ് CPM BJP കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഗുണ്ടായിസവുമായി രംഗത്ത് വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും കൊണ്ടാണ് അംഗനവാടികളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. എന്നാൽ സമയത്ത് ഫണ്ട് ലഭിച്ചിട്ടും ഒരു വർഷമായി നിർമ്മാണം പഞ്ചായത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സാധാരണക്കാരിൽ സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു വാർഡിൽ അടിസ്ഥാനം വേണ്ട ഒരു അംഗനവാടിയുടെ നിർമ്മാണത്തിലാണ് പഞ്ചായത്തിന്റെ ഈ കെടുകാര്യസ്ഥത. തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോഴുള്ള ഇത്തരം പ്രഹസനങ്ങൾ ഇവിടെ ചെലവാകില്ലെന്ന് മാത്രമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിബാൽ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് രാവിലെ 24ന്റെ കൊല്ലം പ്രതിനിധി R. അരുൺരാജ് ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു. ആ വാർത്ത കൊല്ലം നഗരഹൃദയത്തിൽ ആഭിചാരക്രിയ നടത്തി വന്നിരുന്ന ഷിനു സ്വാമി എന്നയാൾ അറസ്റ്റിലായി എന്നതായിരുന്നു. ഏതാനും വർഷം മുമ്പ് വരെ ടൈലിൻ്റെ പണിയെടുത്തിരുന്ന ഈ ഷിനു ഇപ്പോൾ ആഭിചാരക്രിയയുമായി നിരവധി പൂജകളൊക്കെ നടത്താം, അതുവഴി ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുമെന്നൊക്കെ വാഗ്ദാനം ചെയ്ത് യുവതികളെ ചൂഷണം ചെയ്തിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഷിനുസ്വാമി ഇപ്പോൾ ജയിലിലാണ്. ഒരു 11-കാരിയെ പൂജയുടെ മറവിൽ പീഡിപ്പിച്ചു എന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഈ ഷിനുസ്വാമി ജയിലിൽ കഴിയുന്നത്. ആളുകളുടെ അന്ധവിശ്വാസം ചൂഷണം ചെയ്യുകയാണ് ആഭിചാരക്രിയ നടത്തുന്നവർ ചെയ്യുന്നത്. ദുർമന്ത്രവാദത്തിൻ്റെയും ആഭിചാര പ്രവൃത്തികളുടെയും പേരിൽ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 41 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്നാണ് ഏതാനും മാസം മുമ്പ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ആഭിചാര കൊലപാതകങ്ങളും അനാചാരങ്ങളും തടയാനുള്ള നിയമം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് നരബലി സംഭവം പുറത്തു വന്നതിനു പിന്നാലെ ഭരണപക്ഷത്തു നിന്ന് തന്നെ ആവശ്യമുയർന്നതായിരുന്നു. പക്ഷേ അതും എങ്ങും എത്തിയില്ല. സമീപകാലത്താണ് പൊതുജനം കഴുതയല്ല സാർ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരായ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നത്. വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ അത് മനുഷ്യരുടെ കാര്യമാണ്. പക്ഷേ
ശാസ്ത്രം മുന്നോട്ട്, മനുഷ്യർ പിന്നോട്ട് എന്ന സ്ഥിതി പാടില്ല. മന്ത്രവാദത്തിന്റെ ഭീകരതാണ്ഡവം ഈ നൂറ്റാണ്ടിലും നമ്മുടെ കുടുംബങ്ങളിൽ അവസാനിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് കൊല്ലത്തെ ആഭിചാര കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. അടുത്തിടെ ദുർമന്ത്രവാദ കേസുകളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ച സംസ്ഥാനമാണ് കേരളം. പ്രേതത്തെ പുറത്താക്കൽ മുതൽ ആർത്തവത്തിനും പ്രസവത്തിനുമായി സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്നതിനു വരെ ദുർമന്ത്രവാദത്തിന്റെ പിൻബലമുണ്ടായിരുന്നു. കൊല്ലം അമ്മച്ചി വീട്ടിലെ ദുർമന്ത്രവാദ കേന്ദ്രത്തിലേക്ക് എത്തിയവർക്കും ഉണ്ടായിരുന്നത് സമാന ആവശ്യങ്ങൾ. ഭർത്താവിനെ വശീകരിക്കുന്നതിൽ തുടങ്ങി ശത്രുവിന്റെ മരണം വരെയായിരുന്നു അവ. ജീവിതത്തിലെ തകർച്ചകളിൽ അമിത വിശ്വാസം ആശ്വാസമാകുമെന്ന് കരുതിയാണ് പലരും മന്ത്രവാദ കേന്ദ്രങ്ങളിലേക്ക് നടന്നുകയറുന്നത്. അവിടെ കാര്യസാധ്യത്തിനായി ഏതു മാർഗവും സ്വീകരിക്കുന്നു. ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മാർഗം പ്രധാനമല്ലെന്ന് ചുരുക്കം. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ആ സമയത്തുള്ള കാലം ഇത് ജ്യോതിഷം നോക്കാൻ വേണ്ടി വന്നത്. എന്നോട് പറഞ്ഞു, അമ്മായിയമ്മ എനിക്ക് കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പുള്ളിക്കാരനെ അതായത് ആരവം കൊണ്ട് മരിച്ചുപോയ ഒരു ദുരാത്മാവിൻ്റെ പൊടി കൊണ്ട് വീട്ടിലിട്ടിട്ടുണ്ട്, അതാണ് കാലം ചുറ്റി അനുഭവിക്കുന്നത്, അതാണ് ഒന്നും ശരിയാകാത്തത്. വിശ്വാസത്തെ മുതലെടുത്ത് ആ വിചാരം വളർന്നുവെന്ന് സാരം. അന്ധവിശ്വാസത്തിന്റെ നിരവധി സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കാൻ അർഹരാണോ എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. പുറത്തു വരുന്നത് സംഭവിക്കുന്ന കാര്യങ്ങളിലെ ചെറിയ കണിക മാത്രമെന്നും അനുഭവം നേരിടുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും അതിൽ നിന്ന് പണം സമ്പാദിക്കുകയും ചെയ്യുന്നതാണ് എന്നും മന്ത്രവാദത്തിന്റെ രീതി. മോളെ കൊണ്ടുവന്ന് പറഞ്ഞ് ഇയാൾ ഒരു കാര്യം ചെയ്യും, മാഡം ഇറങ്ങിച്ച് വെളിയിലിരും, മോളെടുത്ത് ഇതാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അമ്മ പോവാം, എന്നെ സ്വാമി ഇതേണക്ക് ബാഡ് ടച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു, എന്തു പറ്റി? അത് എൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ സ്വാമി പിടിച്ച്. എനിക്ക് ഭയമായിപ്പോയി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. ആഭിചാരക്രിയയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന അപരിഷ്കൃതമായ ചിന്ത അതിന്റെ ഏറ്റവും മോശമായ രീതിയിൽ കേരളത്തിൽ നിലനിൽക്കുന്നുവെന്ന് പലകുറി അങ്ങനെ ബോധ്യപ്പെടുകയാണ്. ഉയർന്ന സാക്ഷരതാ നിരക്കിനും പുരോഗമന കാഴ്ചപ്പാടിനും പേരുകേട്ട കേരളത്തിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നടക്കുന്നത് കറുത്ത മന്ത്രവാദത്തിന്റെ ചുരുളഴിയ കഥകളാണ്. ആ കഥകൾ കേട്ട് നാം ഓരോരുത്തരും തല താഴ്ത്തി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് അന്ധവിശ്വാസ വിരുദ്ധ ദുർമന്ത്രവാദ ബില്ലിന് പ്രസക്തി ഏറുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. രവികുമാർ പറയുന്നു, ഇതുപോലെ അന്ധവിശ്വാസികൾ ധാരാളമുള്ള നാട്ടിൽ ഇത്തരം സ്വാമിമാർ ജനിക്കും എന്ന്. ജോസിൻ ജോസഫ് പറയുന്നു, ലോകം പല നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ഇതുപോലെ ദുർമന്ത്രവാദങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ശോഭ കെടുന്നു എന്ന്. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ അയക്കുന്നത്. ആരിഫ് ഹാഷ്മി കളത്തൂർ, കാസർഗോഡ് കുമ്പള മേഖലയിൽ യാത്ര ചെയ്യുന്നവർക്ക് ടോൾ നിരക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. 20 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തന്നെ 2 സ്ഥലങ്ങളിൽ ടോൾ ഈടാക്കുന്നുണ്ടെന്നും പറയുന്നു. ഏതാനും ദിവസം മുമ്പാണ് ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ ഈ റോഡ് ഇപ്പോൾ നന്നായിട്ടുണ്ട്, ദേശീയപാത വികസനം ആ ഭാഗത്ത് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്, ടോൾ ബൂത്തുകൾ ഉടൻ തന്നെ അത് നടപ്പാകും എന്ന കാര്യം ഈ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ പറഞ്ഞിരുന്നു. ജനങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്നതാകരുത് ഇത്തരം ടോൾ ബൂത്തുകൾ എന്നേ പറയാനുള്ളൂ. ഇനി ഈ സംസ്ഥാനത്ത് ദേശീയപാത വികസനം പൂർത്തിയാകുന്നതോടുകൂടി സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം ടോൾ ബൂത്തുകൾ വരും. പക്ഷേ ഇപ്പോഴും ഈ റോഡുകളെല്ലാം തകർന്നു കിടക്കുന്ന സമയത്തും എറണാകുളം ജില്ലയിലെ അരൂരടക്കമുള്ള സ്ഥലങ്ങളിൽ ടോൾ ബൂത്തുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വാഹനം പോകേണ്ടത് ഈ തകർന്നു കിടക്കുന്ന റോഡുകളിലൂടെയാണ് എന്ന കാര്യം ടോൾ പിരിവിന് നേതൃത്വം നൽകുന്നവരും ദേശീയപാത അതോറിറ്റിയുമൊക്കെ അറിയണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു പുസ്തക കാര്യത്തിലേക്കാണ്. ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ നശിക്കുകയാണ്. ലൈബ്രറി കെട്ടിടം മാറി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പുസ്തകങ്ങൾ മാറ്റാത്തതാണ് പ്രതിസന്ധി. 1.5 ലക്ഷത്തോളം വരുന്ന ഗ്രന്ഥശേഖരമാണ് ചിതലെടുക്കുന്നത്. ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. പക്ഷേ പുസ്തകങ്ങൾ പകുതിയും ഇപ്പോഴും മാറ്റിയിട്ടില്ല. 1.5 ലക്ഷത്തോളം വരുന്ന പുസ്തക സമ്പത്ത് ഇന്ന് ചിതലെടുത്ത് നശിക്കുകയാണ്.
അപൂർവ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള ശേഖരമാണ് ആലപ്പുഴ മുനിസിപ്പൽ ലൈബ്രറിയിലുള്ളത്. നൂറുകണക്കിന് വായനക്കാർക്ക് സ്വന്തമായിരുന്ന ഗ്രന്ഥശാല 1 വർഷം മുമ്പ് കെട്ടിടത്തിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണത് മുതൽ പ്രവർത്തനം മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അനുയോജ്യമായ കെട്ടിടം കിട്ടാത്തത് കാലതാമസമുണ്ടാക്കി. മാസങ്ങൾ പിന്നിട്ടതോടെ കെട്ടിടത്തിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി. ഭിത്തിയും വാതിലുകളും ജീർണിച്ചു. തടിയിൽ നിർമ്മിച്ച പടിക്കെട്ടുകളും നശിച്ചിരുന്നു. ഇതോടെ പഴയ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിലേക്ക് ലൈബ്രറിയുടെ പ്രവർത്തനം മാറ്റി. ഏതാനും പുസ്തകങ്ങൾ മാത്രമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. കെട്ടിടാവശിഷ്ടങ്ങൾ തള്ളുന്നതിന്റെ ഒത്ത നടുവിൽ ആലപ്പുഴയുടെ ഗ്രന്ഥശാല പ്രവർത്തനം തുടങ്ങി. വായനക്കാരെത്തിയാൽ ലൈബ്രറിന് പോലും ഇരിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലം. നല്ലൊരു ലൈബ്രറിയിലേക്ക് ഈ പുസ്തകങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ നല്ല രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കുകയും തുടർന്ന് ഈ പൈതൃക കെട്ടിടത്തെ സംരക്ഷിച്ചാലും നിരവധി തവണ ഫണ്ടൊക്കെ വെക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, പക്ഷേ ആ ടെൻഡർ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഏജൻസിക്കോ മറ്റോ കൊടുത്ത് ഇത് ചെയ്ത് പൂർത്തീകരിക്കുന്നതിൽ ഉണ്ടായ ഒരു പരാജയം ഒരു വലിയ പരാജയമാണ്. പൈതൃക പദ്ധതിയിൽപ്പെടുത്തി ലൈബ്രറി കെട്ടിടം പുനർനിർമ്മിക്കാൻ ആലോചനകൾ നടന്നെങ്കിലും മുന്നോട്ട് പോയില്ല. നിലവിൽ കെട്ടിടത്തിനുള്ളിൽ നശിക്കുന്ന അപൂർവ ഗ്രന്ഥങ്ങളടക്കം എവിടേക്ക് മാറ്റുമെന്ന മുനിസിപ്പൽ അധികൃതർക്കും ധാരണയില്ല. കെട്ടിടം അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഉള്ള പുസ്തകങ്ങൾ മോശമാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യം വായന മുറി എന്ന രൂപത്തിൽ നമ്മൾ റീഡിംഗ് റൂം അവിടുന്ന് മാറ്റി നഗരസഭയുടെ പഴയ കെട്ടിടത്തിലേക്ക് റീഡിംഗ് റൂം ആരംഭിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ ക്രമം തെറ്റാതെ മാറുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും വലിയൊരു നഗരസഭ ആയതുകൊണ്ട് പഴയ പുസ്തക ശേഖരമാണ്. അപ്പം അത് ആ നിലയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ടുള്ള നടപടികൾ ഉടനടി സ്വീകരിക്കാൻ ഉള്ള ഇടപാട് ചെയ്യുന്നുണ്ട്. ലൈബ്രറി കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് നഗരഹൃദയത്തിലായിരുന്നു. പുതിയ കെട്ടിടം കണ്ടെത്തിയാലും നഗരത്തോട് ചേർന്ന് വേണമെന്നാണ് പുസ്തക പ്രേമികളുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കഴിയാതെ നടപടികൾ മുന്നോട്ട് പോവില്ല. അതുവരെ പഴയ കെട്ടിടത്തിലെ ചോർന്നൊലിക്കുന്ന മുറിയിലിരുന്ന പുസ്തകങ്ങൾ നശിക്കും. വായനയെ വളർത്താൻ സർക്കാരും ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളും നിരവധി പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ അലംഭാവത്തിൽ ഇത്രയധികം പുസ്തകങ്ങൾ വെറുതെ നശിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. വായന മരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലത്തും ഇത്തരം ഗ്രന്ഥാലയങ്ങൾ അത് ഒരു നാടിൻ്റെ വെളിച്ചമാണ്. അത്തരം ഗ്രന്ഥാലയങ്ങളെ നശിക്കാൻ അനുവദിക്കരുത്. അധികൃതർ ഇക്കാര്യത്തിൽ ഉണർന്ന് നടപടി സ്വീകരിക്കണം. ആലപ്പുഴയിലെ ഈ ഗ്രന്ഥശാലയെ അതിന് വെളിച്ചം നൽകുന്നതിനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. അല്ലെങ്കിൽ പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്കും നിങ്ങൾക്ക് വാർത്തകൾ അയക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.